എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. കുറച്ചു മുമ്പ് കണ്ട ഡാം കാരണമാണ്, ഡാമോ അല്ലെങ്കിൽ അതുപോലത്തെ തടയണയോ അത് കാരണമാണ് ഇവിടെ ഇത്രയും വെള്ളം കെട്ടി നിൽക്കുന്നത്. ഒരു മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റിവറോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു ബാച്ചിങ് പ്ലാന്റ് കാണാം. എന്തോ ഒരു കൺസ്ട്രക്ഷൻ, ഹ്യൂജ് കൺസ്ട്രക്ഷനുള്ള പരിപാടിയാണ്. ഈ ഡാം വല്ലതും കൺസ്ട്രക്ട് ചെയ്യാനാണോ എന്ന് അറിയാൻ പാടില്ല, എന്താണെന്നറിയാൻ പാടില്ല. അവിടെ വളരെ വലിയൊരു ഈ കോഴ്സ് അഗ്രിഗേറ്റ് കൂട്ടിയിട്ടുണ്ട്, ഒത്തിരി ഒരുപാട് ലോഡ് കണക്കിന്. പിന്നെ ബാച്ചിങ് പ്ലാന്റിൻ്റെ അതും കാണാം. എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരു മണ്ഡപം നദിയിലോട്ട് കാണുന്നത്, എന്താണെന്നറിയാൻ പാടില്ല. ഇത് കാണാൻ പറ്റുന്നില്ല. ഒരു ജെട്ടി പോലെ നദിയിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് മിക്കവാറും ബസ് അങ്ങോട്ട് ചെല്ലും തോന്നും. പെട്ടെന്ന് സ്കൈ ഡാർക്കായി കണ്ടാണ്. ഇതുവരെ ഒരു വാമായിരുന്നു, ഇപ്പം കൂളായിട്ടില്ല, ക്ലൗഡി ആയിട്ട് നിൽക്കുന്നു. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഗാർഡ് റോഡ്സ് ആണ് എല്ലാം. ആ ഗാർഡ് റോഡ്സിന് ഒരു സൈഡ് വീതി കൂട്ടിയിട്ട് രണ്ട് വശത്തോട്ടുള്ള ട്രാഫിക് പെർമിറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആയിട്ട് കാണുന്നത്. പിന്നെ ഈ ചെറിയൊരു ബിൽഡിംഗ് പണിയുക, ഇങ്ങനത്തെ വീടുകളോ ഷോപ്പുകളോ ഇതെല്ലാം പണിയുന്നത് റിവർ ബാങ്ക്സിലാണ്. എൻക്രോച്ച് ചെയ്തിട്ട് ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ മണ്ഡപം പോലെ കാണുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നദിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരു മണ്ഡപം കാണുന്നുണ്ട്. ചേർന്നിട്ട് ഈ നദി ഒരു സസ്പെൻഷൻ ബ്രിഡ്ജും കാണുന്നുണ്ട്, നടക്കാൻ മാത്രമായിട്ട് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാം. ഇവിടെ എന്താണ് ധാരാദേവി ടെമ്പിൾ, ധാരാദേവി ടെമ്പിളാണ്. വണ്ടി നിർത്താൻ പോവാൻ തോന്നുന്നു, ഓടിക്കുവാണോന്ന് അറിയാൻ പാടില്ല. വണ്ടി നിർത്തിയെന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ കാണാം. അവിടെ നിന്ന് വേറെ റിവറിന്റെ എന്തോ ഇത് കാണും. മുകളിലോട്ട് ചെല്ലുന്നതോറും റിവേഴ്സിന്റെ കോൺഫിഡൻസ് ആണോ ഈ സംശയമുണ്ട്, വ്യക്തതയില്ല. സ്കൈ ഡാർക്കായി പെട്ടെന്ന് കുറച്ചൊരു ചൂടിന്നൊരു ആശ്വാസം കിട്ടി. അത് കാരണം അവിടെ ആളുകൾ കുടിക്കുന്നൊക്കെ ഉണ്ട്. അതൊരു കോൺഫ്ലുവൻസ് ഓഫ് റിവേഴ്സ്. ഈ പ്രയാഗ് എന്ന് പറയുന്നത്, പ്രയാഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ കോൺഫ്ലുവൻസ് ഓഫ് ടു സ്ട്രീംസ് ഓർ റിവേഴ്സ്. ഇവിടെ ഇപ്പം അളകനന്ദ, നന്ദാകിനിയും അളകനന്ദയും യോജിക്കുന്ന സ്ഥലമാണ് ഈ പ്രയാഗ് എന്ന് പറയുന്നത്. അതാണ് രുദ്രപ്രയാഗ് തോന്നുന്നത്. പിന്നെ മൂന്നാമതൊരു റിവർ കൂടെ സംഭവിക്കുന്നുണ്ട്, സരസ്വതി നദി. സരസ്വതി നദി പറ്റിപ്പോയത് കൊണ്ട് സങ്കല്പത്തിൽ മാത്രമാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു നദിയല്ല ഈ സരസ്വതി നദി. ഇപ്പോഴും ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ വിശ്വസിക്കപ്പെടും. പിന്നെ അത് അണ്ടർഗ്രൗണ്ടിലോട്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദൃശ്യമായിട്ട് സരസ്വതി ദേവിയും പിന്നെ ഈ അളകനന്ദയും നന്ദാകിനി ശാന്തമായിട്ട് ഒഴുകുകയും അളകനന്ദ വളരെ വയലൻ്റായിട്ട് ഒഴുകുകയും ചെയ്യുന്നതാണ്. ഈ രണ്ടു പേരും കൂടെ
ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് ഇതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു സസ്പെൻഷൻ ഇത് ഈ ഒരു കോമൺ ഫീച്ചറാണ്. ഈ നദി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സസ്പെൻഷൻ ബ്രിഡ്ജുകൾ അവരോട് പണിയുന്നത് ഒരു കോമൺ ഫീച്ചറാണ്. അതിലടിയിൽ ബൈക്കൊക്കെ നടക്കുന്നത് കൂടാതെ ബൈക്കുകൾ പോകുന്നത് കാണാം. രണ്ട് സൈഡിലും ഇതുണ്ട്, സസ്പെൻഷൻ സപ്പോർട്ട്സ് ഉണ്ട്. കുറച്ച് തുരുമ്പിച്ചു പോയ പോലെ തോന്നുന്നുണ്ട്. അതോ അതിന്റെ കളറാണോ എന്ന് അറിഞ്ഞൂടാ. തുരുമ്പിച്ച് തന്നെയാണ് തോന്നുന്നു. തുരുമ്പിച്ചാണോ കളറാണോ എന്ന് അറിയാൻ പറ്റില്ല. അതിന്റെ കളറായിരിക്കും അപ്പോഴും. സോറി, അത് അണ്ടർ കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് പഴയ സസ്പെൻഷൻ ബ്രിഡ്ജിന് താഴെ കാണുന്നുണ്ട്. ഇപ്പൊ പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വലുത് കാണുന്നത്. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. പെട്ടെന്ന് മഴക്കോള് വന്നിട്ട് അന്തരീക്ഷം പെട്ടെന്ന് മാറി. ഒരു നിമിഷം കൊണ്ട് കംപ്ലീറ്റ് മാറി. പച്ചക്കളർ ഗ്ലാസിന്റെ ഇതാണ്, ഡ്രസ്സിന്റെ വിൻഡോ ഗ്ലാസിന്റെ കളർ. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പച്ച ഇല്ല, തുറക്കാൻ പറ്റുന്നില്ല. മഴ കാരണം തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് മഴ വന്നത്. പ്രയാഗിന്റെ അടുത്തെത്താനായി തോന്നും. പക്ഷെ ഇങ്ങനത്തെ ഈ മഴയൊക്കെ വരുമ്പോൾ ഈ ആളുകൾ ഇറങ്ങാനായിട്ട് മടിക്കും, കുളിക്കാനും പറ്റും. കാരണം ആരുടെയും കയ്യിൽ ഇങ്ങനെയുള്ള കുടയോ കാര്യങ്ങളോ ഒന്നുമില്ല. മഴ പെയ്യുന്ന വളരെ മനോഹരമായ സീനാണ്. പക്ഷെ വിൻഡോ അടയ്ക്കേണ്ടി വരുവാണ്. അടയ്ക്കണമെങ്കിൽ ഈ വിൻഡോ അടയ്ക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. തുറന്ന് ശരിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അടിയത്ത് വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ താഴ്ചയിലാണ് ഈ സംഗതി കിടക്കുക. ഈ വെള്ളം ഞങ്ങൾ സഞ്ചരിക്കുന്ന നല്ല ഉയരത്തിലാണ്. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. എന്തോ ചെയ്യുന്നുണ്ട്. മലകളുടെ വളരെ നല്ലൊരു കാഴ്ചയാണ്. നിർഭാഗ്യവശാൽ ഈ മഴ കാരണം നേരിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സ്ഥലത്തിന്റെ പേര് രുദ്രപ്രയാഗ് എന്നാണ്.